ഹലോ ഗൈസ്, നമസ്കാര. ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാൻഡ് മെർക്യൂറി പറഞ്ഞ ഒരു 5 സ്റ്റാർ സെറ്റപ്പിൽ അവിടുത്തെ ബഫേ കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ആംബിയൻസും എല്ലാം കിടുവായിരുന്നു, അടിപൊളി. ഈ ഹോട്ടൽ വന്നിട്ട് ബൈപ്നല്ലി മെട്രോ സ്റ്റേഷനടുത്ത് ഉള്ളയാ. മെട്രോ സ്റ്റേഷനടുത്ത് തന്നെ ഒരു ഗോപാലൻ സിഗ്നേച്ചർ മാളുണ്ട്. അതിനകത്തുള്ള അടിപൊളി 5 സ്റ്റാർ സെറ്റപ്പായത് ഗ്രാൻഡ് മെർക്യൂറി. അടുത്ത വന്നിട്ട് നമ്മുടെ അവിടുത്തെ ഫുഡ് റിവ്യൂവും കാര്യങ്ങളിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ഗ്രിൽ ഫിഷ്, ഷെസ്വാൻ സോസ്, വെജിറ്റബിൾസ്, പാസ്ത ഇൻ മറിനാര സോസ്. പേര് പോലും വായി ശരിക്കും വരുന്നില്ല, സോറി ഗൈസ്. വെജിറ്റബിൾ ഇൻ ബട്ടർ ഗാർലിക് സോസ്, നമ്മുടെ സ്വന്തം അക്ക നൂഡിൽസ്, ലസോണി ഡാൽ തട്ക. ഓ അടിപൊളി തടുക്ക, അടിപൊളി. അടുത്തത് നമ്മൾ മലയാളികളുടെ സ്വന്തം സാമ്പാർ, മിക്സ് വെജിറ്റബിൾ പൊരിയൽ, ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ സാധനം. ആലു ഗോബി മട്ടർ, തക്കാളിയൊക്കെ ഇപ്പം അങ്ങോട്ട് അരിഞ്ഞിട്ടതേ ഉള്ളെന്ന് തോന്നുന്നു. അടുത്തത് പനീർ റസാല, എന്തിനാണോ ഫുൾ റസാല. അടുത്തത് നമ്മൾ മലയാളികളുടെ സ്വന്തം സ്റ്റീംഡ് റൈസ്, കേസരി സബ്സി പുലാവ്, മലയാളികളുടെ ഫേവറേറ്റ് മസാല ഫിഷ് കറി. സൈഡിലിട്ട് എത്തിയിരിക്കുകയാണ് ചിക്കൻ കൊർമ, മുർഗ് ദം ബിരിയാണി. ഇന്ത്യൻ ബ്രെഡ് എന്തുകൂടാ? ചപ്പാത്തി ആയിരിക്കും കേട്ടോ, നോക്കാം. ഒന്നുമില്ല പറ്റിച്ച്. റൈത്ത ഉണ്ട്, തവ ഫിഷ് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ്. പിന്നെ അടുത്ത ഗ്രിൽ ചിക്കൻ, ചിലത് വായ്പൊള്ളും വരുന്നില്ല. നമുക്ക് ഗ്രിൽ ചിക്കനിൽ തുടങ്ങാം. ഗ്രിൽ ചിക്കൻ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും റൈസൊന്നും അധികം എടുക്കുന്നില്ല, എല്ലാ തവണയും പറ്റുന്ന അബദ്ധമാണ് പോയിട്ട് റൈസ് കൂടുതൽ എടുത്ത് കഴിക്കുന്നത്. പിന്നെ നമുക്കുള്ള തവ ഫിഷാണ്. തവ ഫിഷ് ഒരു 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. തവ ഫിഷ് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ പറയാം. സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഫിഷ് തവയും ചിക്കൻ ഗ്രിൽഡുമാണ്. അതിൽ ഫിഷ് തവ അടിപൊളി സാധനം. നമ്മുടെ നാട്ടിലെ മസാലയൊക്കെ ഉണ്ടല്ലോ, ആ മസാലയെല്ലാം ഇട്ട് അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഫിഷ് തവ. പിന്നെ ഗ്രിൽ ചിക്കൻ, ഗ്രിൽ ചിക്കന് വലുതായിട്ട് മസാല ഇല്ല, പക്ഷേ ചിക്കൻ നല്ല ടെൻഡറാണ്. ഇവിടുത്തെ കുക്ക് നമ്മുടെ നാട്ടിലെ ആരെങ്കിലും ഒരാളായിരിക്കും അല്ലേ? ആയിരിക്കും. പോയി ചോദിച്ചാലോ? ആ ചേട്ടൻ കണ്ടിട്ട് മലയാളിയെ പോലുണ്ട്. സൂപ്പുണ്ട്, ചിക്കൻ സൂപ്പുണ്ട്. നമുക്ക് ഏതെടുക്കണം? എനിക്ക് ചിക്കൻ സൂപ്പ് ആവും. ഓക്കെ, ചിക്കൻ സൂപ്പ്. ഞാൻ ചിക്കൻ സൂപ്പിൻ്റെ ട്രൈ. ഓ നല്ല പുക. ചിക്കൻ ഇല്ലേ? പറ്റിച്ച് എല്ലാ ക്യൂബ്സ് ആണെന്ന് തോന്നുന്നു. കുറച്ച് ചോദിച്ചാൽ മതിയോ? ഓക്കെ, നമ്മളെ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന്. സ്പൂണിൻ്റെ കാര്യം ഞാൻ മറന്നു വേണം. താങ്ക് യു. എന്തൊക്കെയാണ് വേണ്ടത്? സവാള, തക്കാളി വേണ്ട. ഞാൻ എടുക്കാം. തക്കാളി, കുക്കുംബർ. യെസ്, 2 പീസ് മതിയോ? മതി. ഇത് വേണോ? ഇത് ഏറ്റവും ഹെൽത്തി സംഭവം. കോൺ ആൻഡ് പെപ്പർ സോൾട്ട് സാലഡ്. ആ ഇല എടുത്തേക്ക്, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. എനിക്ക് വേണ്ട. വേണം. എനിക്ക് കുറച്ച് ഭംഗിയിരിക്കട്ടെ. ഇതെന്തോ ക്യാബേജ് അല്ലേ? നമുക്ക് വേണ്ട. കോൾസ്ലോ. കഴിക്കല്ലേ? കോൾസ്ലോ നമ്മൾ ലുലുമോളിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടല്ലേ? യെസ്, കിട്ടോ. മതി, കുറച്ചുകൂടെ വേണോ? മതി, എനിക്ക് മതി. ഇത് നല്ലൊരു ഭംഗിയുണ്ട്. അതെ, ഇത് നമ്മുടെ ഫ്രൂട്ട് സാലഡ് പോലെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത്. പേരയ്ക്കുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പീച്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് പീച്ചാണല്ലേ? തൈരും കട്ടിത്തൈരും ഒക്കെ ഇപ്പം വേണ്ടല്ലോ. ഇതെടുക്കണോ? കർഡ് റൈസ് ഉണ്ട്, പ്ലെയിൻ കർഡ് ഉണ്ട്, ചിക്കൻ ഹാം ഉണ്ട്.
അതെല്ലാം തോന്നുന്നു ഹാംബർഗറിൽ വെക്കുന്നത്. ആണാണ്. ഒരു പീസ് കൂടെ വെക്കട്ടെ. അതെല്ലാം എടുത്തോളൂ. ചിക്കൻ പെപ്പറോണി ഉണ്ട്. ഇത് ശരിക്കും കോൾഡ് കട്ടല്ലേ? ഇതിങ്ങനെയാണ് കഴിക്കുന്നത് അതോ ഇവർ ചൂടാക്കി തരുമോ? അറിയത്തില്ലടാ. ഇപ്പം കഴിക്കുന്ന വന്നിട്ട് ചിക്കൻ കോൾഡ് കട്ട്. ഇത് നമ്മൾ ഫുൾ കൺഫ്യൂഷനിലായിരുന്നു കഴിക്കണോ വേണ്ടിയെന്ന്, അവിടെ വേവിച്ച് തരുമോ ഇല്ലയോ. പക്ഷേ ഇത് റെഡിമെയ്ഡ് സാധനമായിരുന്നു. ചിക്കൻ പെപ്പറോണി പിന്നെ അടുത്ത വന്ന് ചിക്കൻ ഹാമാണ് കഴിച്ചത്. രണ്ടും അടിപൊളി സാധനം പറഞ്ഞാൽ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാമല്ലോ, അടിപൊളിയായിരുന്നു. ഐ റിയലി എൻജോയ്ഡ്. ഇത് ചിക്കനാണോ പോർക്കാണോ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് തിരിച്ചും പോയി നോക്കിയപ്പോൾ രണ്ടും ചിക്കനായിരുന്നു. പക്ഷെ നമുക്ക് രണ്ടും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടുത്ത ഡിഷസ് റിവ്യൂ പോവാം. സൂപ്പ് എങ്ങനെയുണ്ട്? ചിക്കൻ സൂപ്പ് ചിക്കൻ ഉണ്ടോ അതിൽ? എല്ലാം ക്യൂബ്സ് ആണ്. അതെ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അവരുടെ മറ്റേ സലാഡ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, കോൾഡ് കട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പേരയ്ക്ക, നമ്മുടെ ഇലകളുണ്ട്, ലെറ്റ്യൂസ് ഒക്കെയാണെന്ന് തോന്നുന്നു. അടിപൊളി. അതെന്തുവാ? നമ്മുടെ പീച്ചാന്ന് തോന്നുന്നു. ഓക്കെ, പൊളിയല്ലേ? നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിച്ചാലും കുറച്ച് കോണൊക്കെ ഇട്ട് കുറച്ച് മടക്കി നമ്മൾ എടുക്കാൻ പോയ വന്നിട്ട് ഫിഷ് ഗ്രില്ല. അവിടുത്തെ ഫുഡ് ക്വാളിറ്റി മാത്രം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. പിന്നെ അടുത്ത വന്നിട്ട് നമ്മൾ ചില്ലി ചിക്കൻ എടുത്തു, ചൈനീസ്, അടിപൊളിയായിരുന്നു അതും. പിന്നെ അവിടെ വെജിറ്റബിൾ വേവിച്ച് അടിപൊളിയായിരുന്നു, ഒത്തിരി മിക്സ്ഡ് വെജിറ്റബിളായിരുന്നു. മഷ്റൂംസ് ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി എക്സ്പെൻസീവ് ആയിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത്. പിന്നെ അടുത്ത പാസ്ത, എഗെയിൻ കുക്ക്ഡ് വെജിറ്റബിൾസ് നമ്മൾ കണ്ടായിരുന്നു, അതും എടുത്തു തിരിച്ചും. അവിടെ ഇഷ്ടംപോലെ വെജിറ്റബിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗോബി എടുത്തു, പക്ഷേ പനീർ എടുത്തില്ല. വിചാരിക്കുകയായിരുന്നു കുറച്ച് കോണ്ടിനെൻ്റലായിട്ടുള്ള ഡിഷസ് ഒക്കെ കഴിക്കണമെന്ന്. അങ്ങനെ ഇന്ന് എന്തായാലും അത് സെറ്റായി. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കഴിച്ച് നോക്കാം. ഇത് നമ്മുടെ ഹുമൂസാണ്. ഹുമൂസ് ഈ സാധനത്തിൽ മുക്കി അടിപൊളി കേട്ടോ. ഈ സാധനം അടിപൊളി. ഇത് മറ്റേ വെള്ളക്കടല ഉണ്ടല്ലോ, അത് അരച്ചുണ്ടാക്കുന്ന സാധനം അടിപൊളി. അതുപോലെ ഇത് മറ്റേ ഈ ഫിഷിൻ്റെ പേരെന്തായിരുന്നു? മറന്നുപോയിടാ. നമ്മുടെ ഇപ്പം കഴിക്കുന്ന വന്നത് ചില്ലി ചിക്കൻ. അതിൻ്റെ പേര് മറന്നുപോയി, അത് ഓർത്തെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. പക്ഷേ ചില്ലി ചിക്കൻ അടിപൊളി ടേസ്റ്റായിരുന്നു, മീറ്റ് ക്വാളിറ്റി അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്ത എല്ലാം അടിപൊളി, സൂപ്പർ. നമ്മൾ അടുത്ത് നമ്മൾ കുപ്പൂസ് എടുത്തു. കുപ്പൂസിനോട് വരുന്ന ആ ചട്നി, പിന്നെ ഒലീവ്സ് ഉണ്ടായിരുന്നു, ഒലീവ്സ് എടുത്തു. പിന്നെ കുറച്ച് വെജീസും എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ. എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു. അടുത്ത വന്നിട്ട് നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ബ്രെഡ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ മുറിക്കാൻ കുറച്ച് പാടുപെട്ടു. ചീസിനോട് കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പം മുറിക്കുന്ന ബ്രെഡ്, ബ്രൗൺ ബ്രെഡ് ഭയങ്കര പാടായിരുന്നു മുറിക്കാൻ. പിന്നെ കഴിക്കാനും അത് നല്ല കട്ടിയായിരുന്നു. അത് റിവ്യൂസിൽ മനസ്സിലാവും. അടുത്ത ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പപ്പടം ഉണ്ടായിരുന്നു, അച്ചാർസ് ഉണ്ടായിരുന്നു. പപ്പടം എടുത്തില്ല, അച്ചാറൊക്കെ എടുത്തായിരുന്നു നമ്മൾ. അടുത്ത നമ്മളെടുത്ത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് ബ്രെഡും പിന്നെ അതിനോട് ചട്നിയും നല്ല കട്ടിയായിരുന്നു. ആ ചട്നിയോടെ കഴിക്കാൻ തിരക്കേടില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചട്നി അടിപൊളി ടേസ്റ്റായിരുന്നു. അതിനോട് കുറച്ച് സ്പൈസും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റായിരുന്നു. പക്ഷേ ആ ബ്രെഡ് മാത്രം കുറച്ച് കട്ടിയായിപ്പോയി. ബ്രെഡും ചീസ് രണ്ട് ചീസ് മിക്സ് ചെയ്തു. അടിപൊളി. പിന്നെ നമ്മുടെ എന്തോ കട്ടിയായത് ഇതപ്പോൾ അവിടെ മുറിക്കാൻ പെട്ട പാട്. അയ്യോ, ഇത് സൂപ്പിനോട് കഴിക്കാനാണ്. അതെ, പറയടാ, നീ പറഞ്ഞ കറക്റ്റായിരുന്നു. പല്ല് പൊട്ടുവോ? ആ ബ്രൗൺ ബ്രെഡ് കഴിക്കാൻ കുറച്ച് പാടുപെട്ടു, പക്ഷേ പല്ലൊന്നും പൊട്ടിയില്ല.
ആ ചീസിനോട് കഴിക്കാൻ നല്ല നല്ല കോംബോ ആയിരുന്നു. ചില്ലി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചില്ലിക്കകത്ത് കൊള്ളൂലല്ലേ? ഉണ്ടോ? ഈ ചോറിലൂടെ ആ മീൻ ഉണ്ടല്ലോ, കഴിക്കാൻ അടിപൊളി. ആഹാ, ചിക്കൻ ലവേഴ്സിന് ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ്. ആഹാ. അപ്പോൾ ആന്ധ്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഈ മുളക് വാങ്ങിച്ചു കൊടുത്താൽ മതി. അത് സ്വീറ്റ് പിക്കിൾ ആണോ? സ്വന്തം ഒലിവ് മിക്സ് ചെയ്തിട്ട് വെരി ഹെൽത്തി ഐറ്റം ആണ്. ഓക്കെ, ആ ചില്ലിയൂടെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ചില്ലി അച്ചാർ എരിവുണ്ടോ? എരിവുണ്ട്, പക്ഷെ എനിക്കിതാ ഇഷ്ടപ്പെട്ടു. ആഹാ, അടിപൊളി. നോക്കട്ടെ വെച്ചാൽ അത് കുറച്ച് ശരിയാ, ചോറിൻ്റെ കൂടെ പറ്റിയ സാധനം. സ്റ്റീം റൈസ് ഉണ്ട്, എടുക്കുന്നോ? ഓക്കെ. കുർമ എന്തുവാണ് ഈ സാധനം? സൂചിക്ക കുർമ. നമ്മുടെ എന്തോ ഒരു പായസമാണെന്ന് തോന്നുന്നത്. ഇത് മറ്റേ അയ്യോ കേസരി അല്ലേ ഇത്? യെസ്, ക്ലൈനറ്റ്സ് ഒക്കെ ഉണ്ടായി അടിപൊളിയായിട്ട് കുറച്ചെടുത്താൽ മതി. ഓക്കെ. ക്രംബിൾ പുഡിങ്. ഓ അടിപൊളി, കാണാൻ നല്ല രസമുണ്ടല്ലോ. കഴിച്ചു നോക്കുമ്പോൾ അറിയാം. കുറച്ച് ആ പുഡിങ് ഇടാം മേൽ. ക്രംബിൾസ് ആണ്. യെസ്. അപ്പോൾ ഇതാണ് സ്ട്രോബെറി ചംചം. എന്തോ ചംചമാണോ? കഴിക്കുമ്പോൾ അറിയാം. ഒന്ന് മതിയല്ല, ഒന്ന് മതി. ഇതാണ് ഹെൽത്തി ജാഗരി ലഡു. ആരൻ്റെ പകുതി കഴിച്ചിട്ട് പോയെന്ന് തോന്നുന്നു. ഞാൻ എത്ര ലഡു വേണം? മതി പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ എടുത്തോ. എന്തോടാ? പിസ്ത സന്ദേശ്. സന്ദേശം ഒന്നും മതിയല്ല? മതി. കൊള്ളാമെങ്കിൽ പിന്നെ ഒന്ന് എടുക്കാമല്ലേ? യെസ്. ഇതാണ് നട്ടി സെന്തിന കേക്ക്. വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി. മാംഗോ വിത്ത് ചിയ സീഡ്സ് പുഡിങ് നമ്മൾ ആദ്യം ഒന്ന് എടുക്കുകയാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ട് അവിടെ കൊണ്ടുവന്ന് ട്രൈ ചെയ്യാം. ചെയ്തോണോ? ഫ്രഷ് ഫ്രൂട്ട്. എടുക്കാം. ഫ്രഷ് ഫ്രൂട്ട് എടുത്തു. ബനാന ക്യാരമൽ ഉണ്ട്. അച്ഛൻ ഇതുണ്ട്. ക്യാരമൽ നല്ലതായിരിക്കും ഇവിടെ. നിനക്കേതാ വേണ്ടത്? ക്യാരമൽ എടുക്കാം. നമ്മുടെ ഐസ്ക്രീം വാനില ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, കോക്കനട്ട് ഉണ്ട്. അതായത് ടെൻഡർ കോക്കനട്ട്. പിന്നെ ഇതെന്തുവാണെന്നറിയില്ല. ഇത് മറ്റേ ബ്രൗണി സാധനം. ഇത് മറ്റേ ഫ്രൂട്ട് ആൻഡ് നട്ട് മിക്സ്. മാംഗോ. ഇത് ജാക്ക് ഫ്രൂട്ടാണ്. ആ, ഇത് ബട്ടർസ്കോച്ച്. അടിപൊളി. ഇത്ര ഐസ്ക്രീം ഉണ്ട്. സാർ ഇനി എന്താണ് സാർ വേണ്ടത്? എനിക്ക് ഒരു സ്ട്രോബെറി എടുക്കാമോ? സ്ട്രോബെറി. ദിസ് വൺ. സ്ട്രോബെറി വേണ്ട, എനിക്ക് ബട്ടർസ്കോച്ച്. ദിസ് വൺ. യാ. ഇപ്പോൾ നമ്മൾ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എനിക്ക് 2-3 ഡെസേർട്ട്സ് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നൈസ്. പൈനാപ്പിൾ പുഡിംഗ്. ആ ക്രംബിൾസ് ഒക്കെ ചേർന്നത് നല്ല ക്രിസ്പിയാണ്. ഓക്കെ. ജാഗറി ലഡു ആണ്. ഹെൽത്തി ലഡു. എങ്കിൽ ഇത് ആദ്യം കഴിച്ചു തുടങ്ങാമായിരുന്നല്ലേ? നമ്മുടെ സ്ട്രോബെറി ജിം ഐസ്ക്രീം ടെക്സ്ചർ. ഓക്കെ. എന്ത് കേക്കാ ഇത്? നല്ല കട്ടി. കേക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്തോ പിസ്ത പച്ച കളർ സാധനമായിരുന്നല്ലേ? കേക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. അത് പക്ഷെ ഇപ്പം എടുക്കുന്ന സോഫ്റ്റ് കേക്കാണ്. അത് മറ്റേ എന്തോ ബ്രൗണിയോ ബെൽജിയൻ ബ്രൗണിയോ അങ്ങനെ എന്തോ അല്ലേ?
ഇത് നല്ലതാ. അതെ, ഓക്കെ. ഇത് ബെൽജിയം ബ്രൗണി. ആഹാ. ഇവിടെ എടുത്തിരിക്കുന്ന മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്തോ ക്യാരമലായിരുന്നു? ബനാനയോ? ബനാന കാരമൽ. ആ, ഇത് മാംഗോ. ആ, ഇത് വന്നിട്ട് എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ ആയിരുന്നു. എല്ലാം പിന്നെ ഐസ്ക്രീമിൽ ബട്ടർ സ്കോച്ചും ഉണ്ട്, ബ്ലാക്ക് കറണ്ട് ഉണ്ട്. അച്ഛാ ഏതിലേയും തുടങ്ങിക്കോ. ഇപ്പോൾ മാംഗോ എന്ന് തുടങ്ങുക. ഫ്രഷ് മാംഗോ ഫ്ലേവർ. ആഹാ, മറ്റേ ഫ്ലേവർ ഒന്നും അല്ലല്ലോ അല്ലേ? പിന്നെ നമ്മുടെ ഇതുണ്ട്, കസ്കസ. ചിയ സീഡ് ഉണ്ട്, ആ, പോമഗ്രാനൈറ്റിലുണ്ട്. റിയൽ മാംഗോ ആണോ അതോ? റിയൽ മാംഗോ. എന്തോ ഇത് വന്നിട്ട് എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ ഇതാ പറഞ്ഞത്. പുഡിങ് അല്ലേ? കുഴപ്പമില്ല. വലിയ ഗുണമില്ല അല്ലേ മുഖഭാവം കണ്ടിട്ട്? ഇത് വന്നിട്ട് ഇത് അടിപൊളിയാണ്. ആ, ഇത് പേരെന്തോ? കാരമൽ. കാരമൽ പുഡിങ്. മസ്റ്റ് ട്രൈ. പുഡിങ് അല്ല, എന്താ കേക്ക്? പുഡിങ്ങും കേക്കും മിക്സ്. നിന്റെ ഫേവറേറ്റ് ട്രൈ നോക്കട്ടെ. ബ്ലാക്ക് കറണ്ട്. അതല്ല, രണ്ടും അടിപൊളി. രണ്ടും മിക്സ് ചെയ്തിട്ട് പൊളിസാന പൊളി. എൻജോയ് മതി. അടുത്ത ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫുഡ് റിവ്യൂ ചെയ്യാൻ പോവാം. എനിക്ക് അവിടുത്തെ പേഴ്സണലി എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒത്തിരി ഫുഡ് നമ്മൾ കഴിക്കാൻ ഒത്തില്ല. നല്ല അടിപൊളിയായിരുന്നു. ആംബിയൻസും സെറ്റപ്പും ഫുഡ് ക്വാളിറ്റിയും അടിപൊളിയായിരുന്നു. ഇതൊന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. പക്ഷെ എനിക്ക് ആംബിയൻസിനാട്ടിലും ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ആ ഫിഷൊക്കെ അല്ലയോ വെൽ കുക്ക്, വെൽ ഫ്രൈഡ് ഒക്കെ ആയിരുന്നു. പിന്നെ മസാല ഒക്കെ വെരി സിമ്പിൾ മസാല, വലിയ കോംപ്ലക്സ് ഒന്നുമില്ല. അവസാനം 7-8 വെറൈറ്റി ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ പറ്റിയില്ല. ഐസ്ക്രീം നമ്മൾ ഒത്തിരി കാര്യം കഴിക്കാൻ പറ്റില്ല. അവിടുത്തെ ബിരിയാണി, പിന്നെ ഇന്ത്യൻ റോട്ടീസ്, മെയിൻ കോഴ്സ് ഒന്നും നമ്മൾ തൊട്ടില്ല. നമ്മൾ പോയി കഴിച്ചതെല്ലാം വേറെയായിരുന്നു. പക്ഷെ അതൊക്കെ ഹെൽത്തി ഐറ്റം ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഐസ്ക്രീം ഞാൻ അത് തൊടാത്ത, എനിക്ക് ഓൾറെഡി കോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഐസ്ക്രീം തൊട്ടില്ല. പക്ഷേ താങ്ക്സ് ടു യു. പക്ഷേ എന്നാലും എൻ്റെ ഫേവറേറ്റ് ബട്ടർ സ്കോച്ച് അയച്ചു. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ നൈസ്, വെരി നൈസ്. നല്ല ഡീൽ നമുക്ക് കിട്ടിയ. അതെ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് വന്ന് ട്രൈ ചെയ്യാം ഫാമിലി ആയിട്ട്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ വൺസ് ഇൻ എ വൈൽ യു ക്യാൻ കം ആൻഡ് ട്രൈ ദിസ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.